അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, വുളുവിൻ്റെ അവയവങ്ങളിൽ മുറിവുണ്ടായാൽ വുളു എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യം ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വുളുവിൻ്റെ അവയവങ്ങളിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുകയുണ്ടായി, അതിനുശേഷം അവിടെ ഒരു കവറിംഗ് ഉണ്ട്, ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഒന്നും ഒട്ടിച്ചിട്ടില്ല, പക്ഷേ ശരീരത്തിൽ നനയ്ക്കാൻ പാടില്ലാത്ത ചില ചൊറികളോ മുറിവുകളോ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പ്ലാസ്റ്റർ ഒട്ടിച്ചാലും പ്രശ്നമാണ്, അതുകൊണ്ട് പ്ലാസ്റ്ററും ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ വുളുവിൻ്റെ അവയവങ്ങളിൽ മുറിവുണ്ടായാൽ പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ എങ്ങനെയാണ് വുളു എടുക്കേണ്ടത് എന്ന് ധാരാളം ആളുകൾക്ക് സംശയമുണ്ട്, അവർ ചോദിക്കാറുണ്ട്. ഇൻഷാ അള്ളാഹ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ക്രോഡീകരിച്ചുകൊണ്ട് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, നമ്മുടെ വുളു എടുക്കുന്ന അവയവങ്ങളിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാവുകയും അവിടെ നമ്മൾ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് അഭിപ്രായങ്ങൾ അതിൽ കാണാം. അതിൽ ഒന്നാമത്തെ അഭിപ്രായം, വുളു എടുത്തതിന് ശേഷമാണ് ആ വ്യക്തി ഈ പ്ലാസ്റ്റർ ഒട്ടിച്ചതെങ്കിൽ. കാരണം ഒരാൾക്ക് മുൻകൂട്ടി അറിയുകയാണ്, ഞാനിങ്ങനെ ഒരു ചികിത്സക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതിനുശേഷം അവിടെ ഒരു കവറിങ് വരും, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വുളു എടുക്കുകയാണെങ്കിൽ അത് ഖൈറാണ്. അങ്ങനെ വുളു എടുത്തതിന് ശേഷമാണ് ഈ മുറിവുണ്ടാവുകയും അവിടെ പ്ലാസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തതെങ്കിൽ അയാൾ സാധാരണ പോലെ വുളു എടുക്കുക, അതിൻ്റെ തർത്തീബ് അനുസരിച്ച്. എന്നിട്ട് എവിടെയാണോ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത് ആ ഭാഗം മാത്രം തടവുക. അത് മുഴുവനായും തടവണം, ആ ഭാഗം മാത്രം തടവിയാൽ മതി. കാരണം ആ വ്യക്തി മുൻകൂട്ടി വുളു എടുത്തിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഫത്തഖുല്ലാഹ മസ്തതാഅതും, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ഖുർആനിക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധിക്കുന്ന ഭാഗങ്ങളൊക്കെ കഴുകുകയും പ്ലാസ്റ്റർ ഒട്ടിച്ച ഭാഗത്ത് അത് മുഴുവനായും തടവുകയും ചെയ്താൽ മതി. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് വുളു എടുത്തതിന് ശേഷമാണെങ്കിലാണ്. ഇല്ല എങ്കിൽ ഏത് ഭാഗമാണോ നമുക്ക് തടവാൻ പറ്റാതെ പോയത്, അതല്ലെങ്കിൽ കഴുകാൻ പറ്റാതെ പോയത്, അതിനുവേണ്ടി പ്രത്യേകമായി തയമ്മും തന്നെ ചെയ്യണം. കാരണം വുളു എടുക്കാതെയാണ് പ്ലാസ്റ്റർ ഒട്ടിച്ചതെങ്കിൽ അതിന് പ്രത്യേകം തന്നെ തയമ്മും ചെയ്യണം. കഴുകേണ്ട ഭാഗങ്ങളൊക്കെ കഴുകുക. പ്ലാസ്റ്റർ ഒട്ടിച്ച ഭാഗത്ത് തടവിയിട്ട് കാര്യമില്ല, കാരണം വുളു ഇല്ലാതെയാണ് ആ പ്ലാസ്റ്റർ ഒട്ടിച്ചത്. അതുകൊണ്ട് ആ ഭാഗത്തിന് വേണ്ടി മാത്രം തയമ്മും ചെയ്യുക എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ വുളുവോടുകൂടിയാണെങ്കിലും അല്ലെങ്കിലും, കാരണം എല്ലാവർക്കും ഒരു മുറിവ് പറ്റുന്നത്, ഒരു അപകടം പറ്റുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കില്ല. അപകടം പറ്റിയ ഉടനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചികിത്സിക്കുന്നവരുടെ അടുക്കൽ പോകും. അവിടെ വുളു എടുക്കാനൊന്നും സമയമുണ്ടാവുകയില്ല, അവർ പെട്ടെന്ന് തന്നെ ചികിത്സ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വുളുവോടുകൂടിയാണ് അത് വേണ്ടത് എന്ന അഭിപ്രായം ശരിയല്ല. വുളുവോടുകൂടിയാണ് പ്ലാസ്റ്റർ ഒട്ടിച്ചതെങ്കിലും വുളു ഇല്ലാതെയാണ് പ്ലാസ്റ്റർ ഒട്ടിച്ചതെങ്കിലും പ്ലാസ്റ്ററിൻ്റെ മേലെ തടവിയാൽ മതി എന്നതാണ് പ്രബലമായ അഭിപ്രായം. എൻ്റെ ഈ സംസാരത്തിലും അതിനാണ് ഞാൻ പരിഗണന നൽകുന്നത്. ധാരാളം പണ്ഡിതന്മാർ അപ്രകാരമാണ് വിശദീകരിച്ചിട്ടുള്ളത്. കാരണം വുളുവോടുകൂടിയായിരിക്കണം. ഒരു മുറിവ് സംഭവിച്ചാൽ അതിൻ്റെ മേലെ പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ വുളുവോടുകൂടിയാണെങ്കിലേ തടവാൻ പറ്റുകയുള്ളൂ എന്നതിന് പ്രത്യേകമായ തെളിവുകളില്ല. ഹുഫ ധരിക്കുന്നതിൻ്റെ, ഷൂ അല്ലെങ്കിൽ സോക്സ് ധരിക്കുന്നതിൻ്റെ ആ ഹുക്കുമ് ഇതിലേക്ക് ഖിയാസാക്കാൻ പറ്റുകയില്ല എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ വുളുവോടുകൂടിയാണെങ്കിലും വുളു എടുക്കാതെയാണെങ്കിലും വുളുവിൻ്റെ അവയവങ്ങളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗമെല്ലാം കഴുകുകയും എവിടെയാണോ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത് ആ ഭാഗം തടവുകയും ചെയ്താൽ മതി. അതിനു മുമ്പ് വുളു ഉണ്ടായിരിക്കണം എന്നില്ല എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി പ്ലാസ്റ്റർ ഇല്ലാത്ത മുറിവാണെങ്കിൽ, ചിലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്ലാസ്റ്റർ ഇല്ല, കൈകളിൽ മുറിവുണ്ട്. അങ്ങനെയാണെങ്കിൽ വുളു എടുക്കുമ്പോൾ ചിലത് വെള്ളം തട്ടിയാലോ കഴുകിയാലോ കുഴപ്പമില്ലാത്ത മുറിവുകളോ ചൊറികളോ ആയിരിക്കും. അത് വെള്ളം തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പിന്നെ ഇഷ്കാലില്ല,
സാധാരണ പോലെ വുളു എടുക്കുക. കാരണം വെള്ളം തട്ടിയാലും കുഴപ്പമില്ലെങ്കിൽ പിന്നെ കഴുകുക എന്നുള്ളത് എന്താണ്? നിർബന്ധമാണ്, വാജിബാണ്. കാരണം അവിടെ തടസ്സങ്ങളൊന്നുമില്ല. വുളുവിൻ്റെ അവയവങ്ങൾ കഴുകുകയും വേണം. വുളു പൂർത്തിയാക്കണമെന്ന് ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ഒരു മുറിവുണ്ട് എന്നതിൻ്റെ പേരിൽ ആ ഭാഗം കഴുകാതിരിക്കുന്നത് ശരിയല്ല. പല ആളുകളും ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും ഒരു ചെറിയ ചുണങ്ങോ മുറിവോ അതല്ലെങ്കിൽ ചൊറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം കഴുകാതെ വിടുന്നത് കാണാം. അത് പാടില്ലാത്തതാണ്. കഴുകിയാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ, ആ പ്രയാസം വർദ്ധിക്കുകയില്ലെങ്കിൽ കഴുകുക തന്നെയാണ് വേണ്ടത്. ഇനി കഴുകാൻ പറ്റുകയില്ല, കഴുകാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ നനവ് കൊണ്ട് ഒരു ചെറിയ നനവോടുകൂടി തടവിയാൽ പ്രശ്നമില്ലെങ്കിൽ കഴുകേണ്ട ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് ആ പ്രയാസമുള്ള ഭാഗത്ത് തടവിയാൽ മതി. കാരണം ഏതായാലും വുളു എടുക്കുമ്പോൾ നമ്മുടെ കൈകളൊക്കെ നനഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ കഴുകിയിട്ട് ഈ ഭാഗം കഴുകാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഭാഗം തടവിയാൽ മാത്രം മതി. വുളു ശരിയാകുന്നതാണ്. ആ ഭാഗം തടവുക, ഒരു നനവോടുകൂടി തടവിയാൽ മതിയാകുന്നതാണ്. അവിടെ കഴുകണമെന്നില്ല, ശ്രദ്ധിക്കുക. എന്നാൽ മറ്റൊരു സാഹചര്യമുണ്ട്. എന്താണത്? കഴുകാനും പറ്റുകയില്ല, തടവാനും പറ്റുകയില്ല. അവിടെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നനവോടുകൂടി തടവിയാലും വേദനയുണ്ടാകും, മറ്റു പ്രയാസങ്ങളുണ്ടാകും, അത് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല, കഴുകാനും പറ്റുകയില്ല, തടവാനും പറ്റുകയില്ലെങ്കിൽ രണ്ടഭിപ്രായമാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. ഇതിൽ കൂടുതൽ ശരി ഏതാണ് എന്ന് ഞാൻ പറയാം. അതിലൊന്ന്, അങ്ങനെയുള്ളൊരവസരത്തിൽ പിന്നെ വുളു എടുക്കേണ്ടതില്ല, തയമ്മും ചെയ്താൽ മതി. തയമ്മും ചെയ്താൽ മതി, വുളു എടുക്കേണ്ടതില്ല. കാരണം അവിടെ തീരെ നനയ്ക്കാനും പറ്റുകയില്ല, തടവാനും പറ്റുകയില്ല. എങ്കിൽ തയമ്മും ചെയ്താൽ മതി എന്നൊരഭിപ്രായമുണ്ട്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം, അതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കഴുകുക, എന്നിട്ട് കഴുകാനോ തടവാനോ പറ്റാത്ത ഭാഗത്തിന് വേണ്ടി തയമ്മും ചെയ്യുക. അത് വുളു എടുത്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അഥവാ സാധാരണ പോലെ വുളു എടുക്കുക, എന്നിട്ട് കാലിൽ ഒരു മുറിവുണ്ട്, അല്ലെങ്കിൽ കൈകളിൽ ഒരു മുറിവുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് ഒരു മുറിവുണ്ട്, മുഖത്ത് ഒരു മുറിവുണ്ട്, അവിടെ നമ്മൾ കഴുകിയിട്ടില്ല, തടവിയിട്ടുമില്ല, എങ്കിൽ കഴുകാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കഴുകി വുളു പൂർത്തിയായതിനു ശേഷം ഈ കഴുകാത്ത ഭാഗത്തിന് വേണ്ടി മാത്രം തയമ്മും ചെയ്യുക. ഇതാണ് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത്. നമ്മുടെ വുളു സമ്പൂർണ്ണമാണ് എന്ന് നമുക്ക് സമാധാനം ലഭിക്കാനും പണ്ഡിതന്മാരുടെ ഈ അഭിപ്രായമാണ് യോജിക്കുന്നത്. എന്നാൽ തീരെ കഴുകാൻ പറ്റാത്തൊരവയവം ശരീരത്തിലുണ്ടെങ്കിൽ പിന്നെ ഒരു അവയവത്തിന് വേണ്ടി മാത്രം തയമ്മുമില്ല എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് മുഴുവനായി വുളു ഉപേക്ഷിച്ച് തയമ്മും മാത്രം മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നമസ്കാരം ബാത്തിലാണ് എന്ന് നമ്മൾ പറയുകയില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ നമസ്കാരവും ബാത്തിലാണ് എന്ന് നമ്മൾ പറയുകയില്ല. പക്ഷേ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത് ഫത്തഖുല്ലാഹ മസ്തതഅതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും മാക്സിമം കഴുകാൻ പറ്റുന്ന ഭാഗങ്ങൾ കഴുകുക, കഴുകാനോ തടവാനോ പറ്റാത്ത ഭാഗങ്ങൾക്ക് വേണ്ടി തയമ്മും ചെയ്യുക. എന്നാൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, വുളു എടുക്കുക, പ്ലാസ്റ്റർ ഒട്ടിച്ച ഭാഗത്ത് മാത്രം തടവിയാൽ മതി. അതിനുവേണ്ടി പിന്നീട് പ്രത്യേകം തയമ്മും ചെയ്യേണ്ടതില്ല. കാരണം പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ തടവിയാൽ മതി, അവിടെ പ്രത്യേകം തയമ്മും ചെയ്യേണ്ടതില്ല. ഇതല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് കണ്ണുകൾക്ക് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഒരു കണ്ണ് മാത്രം അങ്ങനെ ചെയ്തു, ശരീരത്തിൽ കൈകളിലോ കാലുകളിലൊക്കെ മുറിവുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞതാണ് നിയമം. ഇനി ഇതേ കാര്യം തന്നെയാണ് കുളിക്കേണ്ടുന്ന സാഹചര്യം വന്നാലും. ഇങ്ങനെ മുറിവുള്ള ഒരാൾ ജനാപത്തുകാരനായി, അല്ലെങ്കിൽ കുളി നിർബന്ധമായി, എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ അതേ ഹുക്കുമ് തന്നെയാണുള്ളത്. കഴുകാൻ സാധിക്കുന്ന മാക്സിമം ഭാഗങ്ങൾ കഴുകുക, പ്ലാസ്റ്റർ ഇട്ട ഭാഗമാണെങ്കിൽ അവിടെ തടവിയാൽ മതി. ഇനി പ്ലാസ്റ്റർ ഇല്ലെങ്കിൽ തടവാൻ പറ്റുന്ന ഭാഗം തടവുക, രണ്ടിനും പറ്റുന്നില്ലെങ്കിൽ ആ ഭാഗത്തിന് വേണ്ടി മാത്രം തയമ്മും ചെയ്യുക. വുളുവിൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് കുളിയുടെയും വിഷയത്തിലുള്ളത്. ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിനെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.